യൂത്ത് ഫോർ എവർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതീവ രുചികരമായ ഒരു കൊഞ്ചുകിഴിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇത് 1 കിലോ കൊഞ്ചാണ്. ഇത് നമുക്കിനി നന്നാക്കിയെടുക്കാം. നന്നാക്കി എടുത്തു വച്ചിരിക്കുന്ന കൊഞ്ചിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അധികം എരിവുണ്ടായിരിക്കില്ല. 1 പിഞ്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ കൊഞ്ച് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇത് നമുക്കിനി വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കൊഞ്ചെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. കൊഞ്ച് വേവാനായിട്ടുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. അതുകൊണ്ട് നമുക്ക് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ടതായിട്ടില്ല. നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ പാനിലേക്ക് തന്നെ കുഞ്ഞതായി അരിഞ്ഞെടുത്ത വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് വഴറ്റുക. ഇനി 3 ചെറിയ സവോളയാണ് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അത് ബ്രൗൺ കളറായ ശേഷം നമുക്ക് 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇവ 3 ഇട്ട് കൊടുക്കാം. മസാല നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് മസാല നന്നായി മൂപ്പിച്ചെടുത്തു. അതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കുകയാണേ. തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി കൊഞ്ച് ചേർക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് അരപ്പിൽ കിടന്നൊന്ന് കൊഞ്ച് നന്നായിട്ട് സെറ്റ് ആവട്ടെ. ഈ അരപ്പിലേക്ക് 5-6 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ വളരെ കുറച്ച് മതി. നമുക്ക് കിഴി കെട്ടാനുള്ളത് കൊണ്ട് വളരെ കുറച്ച് പാൽ മതി. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ അപ്പോൾ തന്നെ ഓഫ് ആക്കുകയും ചെയ്യാം. ഇനി നമുക്ക് കിഴി കെട്ടാനായിട്ട് ആരംഭിക്കാം. വാഴയില വാട്ടിയ ശേഷം അതിലേക്ക് കൊഞ്ച് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് കെട്ടാം. ഇനി കിഴികൾ ഓരോന്നും ആവി കയറ്റാനായിട്ട് വയ്ക്കാം. ഒരു 5 മിനിറ്റ് ആവി കൊടുക്കാം.